ഞാൻ സാലിം സർ. ട്രാവൽ പിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ പരിപാടികളൊക്കെ എടുത്തു കഴിഞ്ഞാ ഇപ്പൊ ഇൻട്രോ പറയാനായിട്ട് ഒരാളായല്ലോ. ഇനിയിപ്പോ നമ്മളിലും കുഴപ്പമില്ല. പക്ഷെ ഇൻട്രോ നമ്മളെ പഴയ ഇൻട്രോ പറഞ്ഞല്ലേ, ഒന്നും കൂടി പറയാം നമുക്ക്. ഹായ്, ഞാൻ ഷാരദി. ട്രാവൽ പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടെ പോരല്ലേ? ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുതാ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. കേക്ക്, ബർത്ത്ഡേ കേക്ക് അല്ല, ഇന്ന് ഞങ്ങളുടെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന്റെ ഇതായിട്ട് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള പരിപാടിയാണ്. ഭക്ഷണവും കാര്യങ്ങളും. പിന്നെ അതുകൂടാണ്ട് വേറൊരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ 25-ാം തീയതി, ഇന്ന് 26-ാം തീയതി, 25-ാം തീയതി മോഹൻലാലിന്റെ മറ്റേ പുതിയ പടം ഇവിടെ റിലീസായേക്കാണ്. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ ഒരു ദിവസം മുന്നേ, അതായത് ഒരു ദിവസം അല്ലേ, 2 ദിവസം ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ഞാൻ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 3D പടത്തിന്റെ ഇത് എങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷെ 3D നമുക്ക് കാണാനായിട്ടുള്ള ഒരു കൗതുകം. പിന്നെ സാലിമിന് അതൊന്നും കാണും ചെയ്യാം, എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ അതിന്റെ പേരില് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 11 മണിക്ക് രാത്രി ആണ് ഷോ. അപ്പൊ ആ ഒരു ഷോ നമ്മൾ പുറത്തു പോയി കാണും. അപ്പൊ അത് ഒക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പൊ അതിന്റെ ഇതായിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യാ, കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പരിപാടികൾ. അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മള് ഒറ്റയ്ക്ക് തന്നെയാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പരിപാടികൾ അറേഞ്ച് ചെയ്യാട്ടോ. ചിലപ്പോ ഉണ്ടാകാനും വരില്ല. ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ചിലപ്പോ ഞാൻ വർക്കായിട്ട് പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിന്റെ ഈ തൊട്ട് മുന്നായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് കേക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഹാപ്പി വെഡിങ് അങ്ങനെ പറയാ. എന്തുപോലെ ആയോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സാലിമിന് തന്നെ കൊടുക്കാം. സാലിമിന് കൊടുത്തു. നല്ല അടിപൊളി കേക്കാട്ടോ. നല്ല കേക്കാ. നമ്മൾ സാധാരണ റൗണ്ടിലുള്ളത് മേടിക്കല്. ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പോ ഒരെണ്ണം ഉണ്ടായിരുന്നു അവിടെ സ്ക്വയർ ആയിട്ട്. അപ്പൊ ഞാൻ മേടിക്കാൻ ചെന്നപ്പോ വേറെ 2-3 ആൾക്കാർ ഇങ്ങനെ ഉള്ളിൽ വെച്ച് നോക്കിക്ക. ഞാൻ പെട്ടെന്ന് ചക്കനെ വിളിച്ചിട്ട് ഭായി പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തോന്ന് പറഞ്ഞു, ഇത് എടുത്തോന്ന് പറഞ്ഞു. അപ്പോഴുണ്ടെങ്കിൽ ഇത് പൊക്കണ സമയത്ത് അപ്പുറത്ത് ഇങ്ങനെ 2 പെണ്ണുങ്ങളായിരുന്നു. അവരിങ്ങനെ നോക്കുക തന്നെ. മേടിച്ചു കഴിഞ്ഞ് പിന്നെ പേര് എഴുതി സംഭവം എടുത്തു. ഞാൻ സാധാരണ മേടിക്കാനുള്ള സ്ഥലത്ത് നല്ലത് മേടിച്ചത്. നമ്മൾ കഴിഞ്ഞ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒയാസിസ് ബേക്കറി എന്നാണ് നമ്മൾ സാധാരണ മേടിക്കല്. ഇതിന്നിപ്പോ അവിടെ നല്ലട്ടോ മേടിച്ചേക്കുന്നത്. ഇത് വേറെ സ്ഥലത്ത് ചെന്നപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് എടുത്തത്. നല്ല കേക്കാ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ഒരേ കഷ്ണം ഞങ്ങള് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സാധനം ഉണ്ട് നമ്മള് തന്നിരിക്കുന്നു. അപ്പോ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. റൂം അടക്കട്ടെ. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്തില്ല. അപ്പൊ ലിഫ്റ്റ് വന്നു. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ലിഫ്റ്റിലേക്ക് കയറാം. ഞക്കട സാലിമേ നിക്കാ. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ നമ്മള് ക്യാരി ഫോറിലാണ് കേട്ടോ നമ്മള് ഇതെടുത്തേക്കുന്നത്, ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പൊ അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്, ഫുഡ് കോർട്ട് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുമോ? ഇനി ഇറങ്ങുമ്പോ എന്തായാലും ഫുഡ് കോർട്ടിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഫുഡ് കോർട്ട് അടച്ചു പോയിട്ടുണ്ടാവും. ഇപ്പൊ ആർക്കും വിശക്കണമൊന്നുമില്ല. എങ്ങനെയാ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നമ്മൾ താഴെ എത്തി. അപ്പൊ അതോടെ എല്ലാവരും വരിയായിട്ട് പോയി വണ്ടി കയറും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാട്ടാ, മാളിന്റെ അവിടെ ചെന്നിട്ട്. അപ്പൊ നമ്മളിവിടെ എത്തിട്ടാ. ഇതാ ഇപ്പൊ ക്യാരി ഫോറിന്റെ
പാർക്കിങ്ങിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. സാലിം ഇതാ ഇരിക്കുന്നു ബാക്കില്. ആ കോട്ടിട്ടിട്ടേ സാലിമിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്. അതാണ്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ അതിനകത്തോട്ട് കയറട്ടാ. ഇന്നിപ്പോ വ്യാഴാഴ്ച അതുകൊണ്ട് അങ്ങനെ വലിയൊരു തിരക്കില്ല. പിന്നെ വെക്കേഷൻ ആയതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കാം എന്തായാലും. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് വന്നിട്ട് അപ്പൊ തിയേറ്ററിന്റെ പരസ്യം കൊടുത്തേക്ക് ഏതൊക്കെ പടങ്ങൾ കളിക്കുന്നുണ്ട് എന്നുള്ളത്. മലയാള പടം ഇത് കളിക്കുന്നുണ്ട്. കമ്മിങ് സൂൺ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറെ ഇംഗ്ലീഷ് പടങ്ങൾ, ജാക്കി ചാന്റെ ഒരു പടം. ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഒക്കെ ഇല്ല. ചിലത് കമ്മിങ് സൂണും ചിലത് നൗ ഷോയിങ്ങും ഉണ്ട്. ജാക്കി ചാന്റെ ഒരു പടം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഒരേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. തമിഴ് പടങ്ങള് ഉണ്ട്. ഇതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ബറോസ്. ഇതാണ് തിയേറ്ററിന്റെ എൻട്രൻസ്. ഇതിന്റെ ഉള്ളിൽ ഇതുണ്ടോ? ഇതാണ് തിയേറ്ററിന്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഒരു ജിം ഉണ്ട് പുതിയത്. ഇപ്പൊ ഇതാണ് ഫുഡ് കോർട്ട് ഓപ്പോസിറ്റ് വരുന്നത്. പിന്നെ ആൾക്കാരുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏത് പുതിയതാ? ഇത് നമ്മളന്ന് കണ്ടില്ലേ ഈ പടം? ഇത് 3 പുതിയ പടാന്ന് തോന്നുന്നു. ഡിസംബർ 26 ഇന്നാണ് സ്റ്റാർട്ട് ആയേക്കുന്നത്. നമ്മളെടുത്ത ടിക്കറ്റ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാട്ടോ. ഇവിടെ ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞപ്പോ ഇതവിടെ ബറോസ് 26-ാം തീയതി ഉണ്ടോ 11 മണിക്ക് 3D. അത് നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താല് ഇങ്ങനെ വരും. പ്രൈസിന്റെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതെല്ലാം നമുക്ക് ഓൺലൈനിൽ എടുക്കാം. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തതാണ്. ഇതാലിമേ 3D കണ്ടോ? റെഗുലർ, പ്രീമിയം, ഇത് ഈ സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഇതിന് വേറെ വേറെ റേറ്റുകളാട്ടോ. 60, 70, 73 റേറ്റുകളാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഹോം, ഇവിടെ നിൽക്കുന്ന സാധനങ്ങൾ കണ്ടോ? ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സാധനം ഇല്ലേ, ഇത് പ്ലാസ്റ്റിക് കേട്ടോ. ഉണ്ടോ? ഇതിന്റെ റിയാലിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇത് ഒറിജിനൽ വുഡും മരമാണ്. ഇത് പ്ലാസ്റ്റിക്കാ. ഈ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല ഇതായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. ഭയങ്കര തിളക്കം. കൈ തിളക്കണ്ടാ. ഗമ്മുട്ട് ചോദിച്ചേക്കാട്ടാ. അതില് പശ കലക്കി ഒഴിച്ചേക്കാന്നുണ്ട് ഇതിനകത്ത്. പശ കലക്കി ഒഴിച്ചേക്കാ. അതന്നെ ആൾക്കാര് പിള്ളേര് വാരി താഴെടാണ്ടിരിക്കാനേട്ടാ സാധനങ്ങള്. ഇവിടെ ഒക്കെ ബ്രാൻഡ് ഷോപ്പുകളാണ്. കംപ്ലീറ്റ് ബ്രാൻഡഡ് ഷോപ്പുകളാണ്. ഇത് ഇവിടെ നോക്കിയേ, അതിൻ്റെ ഉള്ളില് ഒരു ഫ്ലവറിന്റെ ഒരു മരം വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരുപാടുണ്ട്. അതിപ്പോ ഈ നേരെ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. ഇത് മലബാർ ഗോൾഡ്. അതുപോലെ ഇവിടെ സലി തേപ്പ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടാവും. കയറി അവിടെ ഈ ചെറിയ മറ്റേ ഈ കമ്മലുകള്, സ്ലൈഡ് സാധനങ്ങൾ അതൊക്കെ വിൽക്കണ കടയേട്ടാ. എന്തോ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. അവിടേക്ക് കയറിയേക്കുന്നുണ്ട്. വെറുതെ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാണെന്ന് പറഞ്ഞ് കയറിയതാട്ടാ. അതേ ഓരോ കവറൊക്കെ ഇതേ കയറിയ എന്റെ കൂട്ടത്തിൽ ഇതേ ഓരോന്ന് അവിടെ നിന്ന് മേടിച്ചു സാധനങ്ങൾ. ഞാൻ മിണ്ടാണ്ട് ഇറങ്ങിപ്പോന്നപ്പോ ഓരോ അപ്പോഴേക്കും മേടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങിട്ടാ. സമയം 10 മണിയായി. അപ്പൊ ഇവിടുത്തെ ഇതുകളൊക്കെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ വേഗം അടയ്ക്കുന്നുണ്ടോ. ഹോട്ടലും കാര്യങ്ങളൊക്കെ, ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഷോപ്പ് നല്ല രസല്ലേ? എന്താ ഒരു വല്യമ്മയുടെ ഫോട്ടോ നോക്കി. ഒലിവുകളുടെ ഒക്കെ ഷോപ്പാണ് കേട്ടോ. ഒലിവ് കായകള് കാര്യങ്ങൾ. ഇതൊക്കെ റെസ്റ്റോറന്റ്, സ്റ്റാർബോക്സ്, ഡങ്കിൻ ഡൊണാട്സ്, ഷൂവിന്റെ ഷോപ്പ്. അങ്ങനെ ഷോപ്പുകൾ കുറെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറെ ബ്രാൻഡ് ഷോപ്പുകളുണ്ട്. അതേ ഇവിടെ HMന്റെ ഷോപ്പ് വലിയ ഷോപ്പാണ്. ഓരോ ഷോപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മേടിക്കുമ്പോ സാലിമ്പ് ചിലത് ഇഷ്ടല്ല. പക്ഷെ അത് കിട്ടി കഴിഞ്ഞപ്പോ സാലിമ്പ് അത് ബാക്കോട്ടേക്ക് പോവാട്ടാ. കവറും പിടിച്ചിട്ട് അവളെടുക്ക് അടിക്കാൻ വേണ്ടിട്ട്. അതേ ഒരു സാലിമിന്റെ സാധനങ്ങൾ കണ്ടുട്ടാ. അപ്പൊ ഒരു സൈഡ് വലിവതേ
സാലിമ് കയറി അപ്പോഴേക്കും തട്ടിയിടാ വാടാ വാടാ അത് നോക്കി കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ അവിടെ നിന്ന് നമ്മള് കുറച്ച് തിന്നാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ അതിനകത്തോട്ട് കയറ്റില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ മേടിക്കണം. എന്താ വോക്സ് സിനിമാസ് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇതോടെ വെച്ചടി ഇതോടെ വെച്ചോ. അപ്പൊ ഇവിടെ മുകളിൽ ഇങ്ങനെ സാധാരണ കയറ്റി ഇരുത്തില്ല. അപ്പൊ വേറെ കുഴപ്പമില്ല, അവിടെ താഴെ സീറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരുത്തിയതാ. നമ്മള് തിയേറ്ററിന്റെ സൈഡിൽ വന്നത് ഇവിടെ ഇതുണ്ടോ 5-6 അതിലാണ് കേട്ടോ സിനിമ നടക്കുന്നത്. അപ്പൊ ടൈമിന് ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഇവിടെ കുറെ പോസ്റ്ററുകളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ. ഇത് ജാക്കി ചാന്റെ പുതിയ പടം ഉണ്ടോ, കരാട്ടെ കിഡ്. അതായിട്ടില്ല, വേറൊരു തിയേറ്ററിലെ പടം വിട്ടുന്നുണ്ട്. ആൾക്കാരുകളൊക്കെ വരുന്നുണ്ട്, അല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സാധനം കണ്ടിട്ടോ. അപ്പൊ ഞാന് ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഈ ഒരു സാധനം കണ്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് പിള്ളേർക്ക് ഇരിക്കുമ്പോ സീറ്റിലിരിക്കുമ്പോ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ടുള്ള കേട്ടോ. ഇത് നമ്മൾ സീറ്റിൽ ഇട്ടിട്ട് നമുക്ക് അതിന്റെ പുറത്ത് കയറി ഇരിക്കാം പിള്ളേർക്ക്. അപ്പൊ കണ്ട സീറ്റ് നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട, താഴെ കണ്ട അങ്ങനെ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. സാലിമിന് ഇതിന്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ലേ, വേണടാ. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ ഞാനത് ഇവിടെ കണ്ടതാ കേട്ടോ. ഞാനിപ്പോ ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്ന ഈ സാധനം. സാലിമിതേ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാട്ടാ. ടൈം ആവാറായിട്ടുണ്ട്. അപ്പൊ അവര് കയറിക്കോളാൻ പറഞ്ഞതേ. നമ്പർ 6 നമ്മള് സീറ്റിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില് 7, 8, 9 ഇതേ സീറ്റ്, 3 സീറ്റ്. കയറി ഇങ്ങോട്ട് അത് വേറെ പടം. അപ്പൊ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിട്ടാ. ഓക്കെ, ഇതിലാണ് കയറുന്നത്. സീറ്റ് നോക്കിയോക്കടാ. ഈല് മേലെ പോട്ടെ. 7, 8, 9 നമ്മുടെ ഈ ആണ്. ആ മൊബൈൽ ഓൺ ചെയ്ത് നോക്കിയാൽ അതിനകത്തുണ്ടാവും. സീറ്റ് തപ്പിപ്പിടിക്ക. GFE അല്ലേ? ഒരു മിനിറ്റ് ഇട്ടാ നോക്കട്ടെ. നമ്മുടെ നമ്പർ ആട്ടാ 9, 8, 7. അപ്പൊ അങ്ങനെ ഇവിടെ ഇരിപ്പായി സ്ക്രീന്. ആൾക്കാരുകളൊക്കെ വരണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചാടിക്കറി. അപ്പൊ ഇതാണ് കേട്ടോ ഗ്ലാസ്, 3D ഗ്ലാസ് 3 അത് നമ്മൾ മുന്നേ അവിടെ നിന്ന് മേടിച്ച് കയ്യിൽ വെച്ചിരുന്നു. ഉണ്ടോ കവർ പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ പടം പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. പടത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവധി ദിവസമല്ല, വ്യാഴാഴ്ച അല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു തിരക്കുറവുണ്ട്. അപ്പോൾ പടത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് കണ്ടോ മാളൊക്കെ ഫുള്ള് കാലിയായിട്ടോ. ഒരു മനുഷ്യല്ല. ഫുഡ് കോർട്ടൊക്കെ അടച്ചു, ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നു. ഉണ്ടോ? അപ്പൊ ഇനിയിപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ സലി? ഇത് എത്തിസലാത്തിന്റെ ഓഫീസാട്ടാ. ഫുള്ള് ഇതുണ്ടോ LED സ്ക്രീനൊക്കെ വെച്ചിട്ട്. എന്താ അറിയില്ല, അവിടെ ഇത് ക്ലീനിങ് നടക്കുന്നുണ്ടോ. പിന്നെ ഇത് എക്സ്ചേഞ്ച്. ഇപ്പുറത്ത് തന്നെ ഡൂവിൻ്റെ ഓഫീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതും ഈ പറഞ്ഞ പോലെ LED സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചു പോയി. മൊത്തത്തിൽ കാലി. മനുഷ്യല്ലേ. അപ്പൊ ബൈ ബൈ, സീ യു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലിപ്പോ സമയം ഏകദേശം 3 മണിയായി രാവിലെ. അപ്പോൾ സാലിമ് പോയി കിടന്നു. സാലി കിടക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പൊ പടത്തിനെ കുറിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സിനിമ ഞങ്ങളെല്ലാവരും കണ്ടു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫിലിമാണ്. കാരണം അത് എന്താ പറയാ, ഒരാള് ചെയ്തു വെച്ചിരിക്കുന്ന എഫർട്ട്, അതിൻ്റെ ഒരു പരമാവധി റിസൾട്ട് ആ പടത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 3D സിനിമ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളുടെ
അതായത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു 3D സിനിമ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ പോയി കാണുന്നത്. ഇതിന് മുന്നേ വന്ന പടങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് 3D സിനിമ എന്ന് പറയുന്നത് മൈഡിൽ കുട്ടിച്ചാതനെറ്റാണ്. അതിനുശേഷം പിന്നെ അവതാർ ഫിലിം അങ്ങനെയുള്ള ഫിലിമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കണ്ടത്. തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് ഈ ഒരു പടമാണ്. ആ 3D ഫിലിമിൻ്റേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ആ ഒരു പടത്തിൽ ഉണ്ട്, കണ്ടിരിക്കാനുണ്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തിയേറ്ററിലിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ വലിയൊരു കഥ അങ്ങനെ ഒരു ഇതുകളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ്റെ മറ്റ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഇതുകളൊന്നും പറയാനൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് തിയേറ്ററിൽ ഒരു 2-2.5 മണിക്കൂർ ഇതായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും. അത് കണ്ണട വെച്ച് പല ആൾക്കാരുകളും പറയുന്നുണ്ട് 3D അത് പടം കാണാൻ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി, പടം ഭയങ്കര മോശമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉറങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ വന്നിരുന്ന് ഉറങ്ങിയതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും പടത്തിനൊന്നുമില്ല. നമ്മൾ തിയേറ്ററിൽ പോയി ഗ്ലാസ് വെച്ച് ആ പടം കാണാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിനിമ ആസ്വദിച്ച് തന്നെ കാണാം, ഒരു 3D സിനിമ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ആ പടത്തിലുണ്ട്. അപ്പം ഞങ്ങളിപ്പം പോയ ഞങ്ങൾ 3 പേരും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കണ്ടതാണ്. സാലിമാണെങ്കിലും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില സിനിമകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഞങ്ങൾ പ്രൊജക്ടർ വെച്ച് 3D ഫിലിം കാണുമ്പോൾ തന്നെ അവൻ എന്താ ചെയ്യുക, ഗ്ലാസ് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞിട്ട് ഗ്ലാസ് ഊരി വെച്ചിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങും, ചിലപ്പോൾ എഴുന്നിട്ടും അവന് തലവേദന എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആള് അവസാനം വരെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമായി പടം, നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് സിനിമയുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ, കാര്യങ്ങളൊക്കെ. പിന്നെ ഭക്ഷണം നമ്മൾ തിയേറ്ററിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചതുകൊണ്ട് പിന്നെ ആർക്കും വിശപ്പില്ലാത്തതുകൊണ്ട് വേറെ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.